കാരണം നീ എനിക്ക് സ്വന്തമായതുകൊണ്ട് മാത്രമല്ല, എന്റെ രാധ അങ്ങനെ ചിന്തിക്കുക പോലും ഇല്ലെന്ന് എനിക്കല്ലേ അറിയൂ. എന്റെ പൊന്ന് രാധമേ, ആ പ്രശ്നമൊക്കെ മറന്നു കളയേ. ഇനി അതൊക്കെ മനസ്സിലിട്ടുണ്ട് നടന്ന് നീറി ഉള്ള ആരോഗ്യം നശിപ്പിച്ച് കളയല്ലേ. തെറ്റിദ്ധാരണ കാരണം ആർക്കെന്താ പറയാൻ പറ്റാത്തത്? പോകാൻ പറവില്ലേ? അമ്മ, ആ കാര്യം അമ്മ ഇനി അങ്ങ് മറന്നേക്ക്. നല്ലൊരു വിഷുവാ വരാൻ പോകുന്നത്. ഞങ്ങള് ചില സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പുറത്തു പോവാ. അമ്മ കൂടി ഞങ്ങളോടൊപ്പം വാ. ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിട്ട് വാ. വാരാതമേ. ഇല്ല, നിങ്ങൾ പോയിട്ട് വാ. എന്നാ ശരി, നീ വാടി. ഉണ്ട് രാജു, എനിക്ക് പോയേ പറ്റൂ. എനിക്ക് ശ്രീലക്ഷ്മിയോട് സംസാരിക്കണം, കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തണം. അമ്മായിയമ്മ അംഗീകരിച്ചൊന്ന് പറഞ്ഞ് അവളൊരു പ്രത്യേക ലോകത്താ. ഋതുവല്ല, ഇനി ആര് പറഞ്ഞാലും അവള് വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ രാജുവിനെ കല്യാണം കഴിക്കാൻ മുൻപ് അവൾ എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് സംസാരിക്കണം. രാധമ്മയുടെ മനസ്സ് എത്രമാത്രം തകർന്നിരിക്കുകയാണെന്ന് രാജുവിന് അറിയാവുന്നതല്ലേ. അവരെല്ലാവരും ചേർന്ന് എത്ര നാണം കെടുത്തി. ശ്രീ രാധമ്മ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയില്ലേ? അതെ, അത്രയും ക്രൂരത ചെയ്ത അവളെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുമെന്നാ ഋതു പറയുന്നത്? അവരെ ബോധ്യപ്പെടുത്തേണ്ടത് നമ്മുടെ കടമയാ. കാരണം ഇതിന്റെ പിന്നില് ആ രുക്മിണിയാ. രുക്മിണിക്ക് അംബികയുടെ സപ്പോർട്ടുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. ഇത് ഹരീഷ് കൂടി മനസ്സിലാക്കണം. ഓ, ശ്രീലക്ഷ്മി. അതെ, അവളെ എനിക്കൊന്ന് കാണണം. അതിനിപ്പോ അവരിവിടെ ഇല്ലല്ലോ. എവിടെ പോയതാ? കുഞ്ഞാത്തോല് ആര്യപുത്രനെയും കൂട്ടി ആശുപത്രിയിൽ പോയി. കുഞ്ഞിന് മാത്രമാണോ എന്തെങ്കിലും പറ്റിയത്, ഇനി വയറിന് എന്തെങ്കിലും സംഭവിച്ചോന്ന് ഒന്ന് അറിയണ്ടേ? അതിനാ ഭർത്താവിനെയും കൂട്ടി പോയിരിക്കുന്നത്. ഗർഭപാത്രം വരെ തവിടുപൊടിയായി പോയിരിക്കുന്നുവെന്ന് ഒന്ന് പരിശോധിക്കണ്ടേ? അത്ര വലിയ വിഷമല്ലേ നീ അവളെ കൊണ്ട് കഴിപ്പിച്ചത്? ദൈവദോഷം പറയില്ല രുക്മിണി, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ചെയ്യേയില്ല. ഞാൻ ആരോടും അങ്ങനെ ചെയ്യില്ല. പിന്നെ എന്റെ പൊന്നുമോളോട് ഞാൻ അങ്ങനെ ചെയ്യും. രുക്മിണിക്ക് എന്നെ എത്ര കാലമായിട്ട് അറിയാം. എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂ രുക്മിണി? അയ്യോ, നീ അതും ചെയ്യും, അതിന്റെ അപ്പുറം ചെയ്യും. നിന്നെ നന്നായിട്ട് എനിക്കറിയാം. നീ വിഷം കലക്കുന്നവളാ. വിഷം കലക്കി. പിന്നെ നീ എന്തിനാടി എന്നെ കൊണ്ട് പലഹാരങ്ങൾ ഉണ്ടാക്കിച്ചേ? നിനക്ക് തന്നെ വാങ്ങിച്ച പോരായിരുന്നോ? ഞാൻ കടയിൽ പോയി വാങ്ങിക്കാന്ന് പറഞ്ഞപ്പോഴേ നീയല്ലേ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞത്. അത് ഇമ്മാതിരി വിഷം കലർത്താനാണെന്ന് ഞാൻ അറിഞ്ഞോടി. രുക്മിണി, ഒരു ദാക്ഷിണ്യം ഇല്ലാതെ ഒരു മനുഷ്യജീവനെ ഇല്ലാതാക്കിയ നിനക്ക് ഈ മുറ്റത്ത് കേറാനുള്ള യോഗ്യതയില്ല. ഇറങ്ങിപ്പോടി. എന്തൊക്കെ കൊലച്ചതിയാ രുക്മിണി നിങ്ങളീ പറയുന്നത്? ഞാൻ നൊന്ന് പ്രസവിച്ച എന്റെ പൊന്നുമോളുടെ കുഞ്ഞാത്. അതിനെ ഞാൻ ഇല്ലാണ്ടാക്കുവോ? നീ നൊന്ത് പ്രസവിച്ചതും ഞാൻ നോവാതെ പ്രസവിച്ചതും. എടി, എനിക്കൊരു മകളുണ്ടായിരുന്നു, രമ്യ. അവള് ജോലിയിട്ട് പോയതേ നിന്റെ ഭാഗ്യം. ചങ്ക് തകർന്ന അവള് ജീവിക്കുന്നേ. അവളുടെ ജീവിതം നിന്റെ മകൻ തകർത്തു. ആ മന്ത്രിയായവന്റെ മകളെയും കൊണ്ട് നിന്റെ മകൻ നീ താമസിക്കുന്ന വീടിന്റെ മുറ്റത്ത് കയറി വന്നപ്പോഴേ ഞാൻ മനസ്സിൽ കുറിച്ചിട്ടതാ, ഇങ്ങനൊരു ദിവസം എന്റെ മുറ്റത്ത് നിർത്തി നായ മോങ്ങുന്ന പോലെ മോങ്ങിപ്പിക്കുമെന്ന്. എന്നുവെച്ചാ എന്റെ മകളുടെ കുഞ്ഞിന്റെ ജീവൻ ഇല്ലാതാക്കിയത് നീയാണെന്ന്? അതേടി, എന്റെ മോളുടെ ജീവിതം തകർത്ത നിന്റെ കുടുംബം ഞാൻ കുളം തോണ്ടും. അടുത്തതായി ചാകാൻ പോകുന്നതേ നിന്റെ മകളായിരിക്കും, ശ്രീലക്ഷ്മി. ഞങ്ങളുടെ പിഞ്ചു കുഞ്ഞിനെ കൊന്ന നീയാണല്ലേടി? ഇവനൊരു പാവപ്പെട്ടവനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മരുമകളായ ഈ കുട്ടി ഞങ്ങൾക്ക് വേണ്ടി മരിക്കും. പക്ഷേ
നീ ഞങ്ങളെ കൊല്ലും. മോളെ, ഒരമ്മയ്ക്കിത് നിന്നോട് പറയാതിരിക്കാൻ കഴിയില്ല. ഈ നിൽക്കുന്ന സ്ത്രീ നിന്നെ കൊല്ലുമെന്നാ വിളിച്ച് പറഞ്ഞത്. നീ സൂക്ഷിക്കണം. ഇവളാ വേഷം തന്ന് നിന്റെ കുഞ്ഞിനെ കൊന്ന സ്ത്രീ. അമ്മ വാ, അനുഭവം വരുമ്പോ ഇവര് പഠിച്ചോളൂ. ഇത് വാ. അംബികയും നിങ്ങളും ചേർന്ന് എന്തും ചെയ്യുമെന്ന് എനിക്കറിയാം. ശത്രുപക്ഷത്താണെങ്കിലും ഇവളും എന്റെ ചോരയാ. ഇവളെ തൊട്ട തള്ളേ കത്തിച്ച് കടലിൽ തള്ളി ഞാൻ. മറക്കണ്ട.